നീന്തൽ അവബോധനത്തിന്റെ ഭാഗമായി പെരിയാറിൽ 23 പെൺകുട്ടികൾ കൈകൾ കെട്ടി നീന്തുന്നു. ആലുവ ദേശം കടവിലാണ് പെൺകുട്ടികളുടെ സാഹസിക നീന്തൽ. ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പെരിയാറിൽ ഇപ്പോൾ അല്പസമയം മുൻപ് വന്ന വാർത്ത പ്രകാരം ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കൊണ്ട് തന്നെയാണ്ട് 1.5 അടി ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ആ സമയത്ത് തന്നെ വേണോ നീന്തലിനെ കുറിച്ചുള്ള അവബോധം? പ്രേക്ഷകർ കാണുന്നത് ഈ ദൃശ്യങ്ങളാണ്. പെരിയാറിൽ സാഹസിക നീന്തൽ നടത്തുകയാണ് പെൺകുട്ടികൾ. 23 പെൺകുട്ടികൾ കൈകൾ കെട്ടി നീന്തുകയാണ്. നീന്തൽ അവബോധനത്തിന്റെ ഭാഗമായാണ് എന്നതാണ് പറയുന്നത്. ഇത് ആരാണ് സംഘടിപ്പിക്കുന്നതെന്ന് അറിയില്ല. ആലുവ ദേശം കടവിലാണ് പെൺകുട്ടികൾ സാഹസികമായി ഇങ്ങനെ നീന്തൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പുഴകളിൽ ഇറങ്ങുന്നതിനും ഒക്കെയുള്ള മുന്നറിയിപ്പ് അത് പാടില്ല എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളൊക്കെ നിലവിൽ ഉള്ള സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനെയൊന്ന് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. പെരിയാറിൽ ജലനിരപ്പ് അതിവേഗം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുൻപ് വന്ന വിവരം പ്രകാരം 1.5 അടി ജലം നിരപ്പ് ഉയർന്നിട്ടുണ്ട് അവിടെ എന്നതാണ്. അവിടെ നിന്നുള്ളൊരു പ്രതികരണമുണ്ട് ഇപ്പോൾ. അതിലേക്ക് ആദ്യം ഒന്ന് സൈലന്റ് ആക്കി. ഇത് ആരും മുങ്ങി വരികയെന്നുള്ള ഒരു സന്ദേശം ലോകർക്ക് മുഴുവൻ കൊടുക്കാനാണ്. കേരളത്തിലെങ്കിലും ഒരാൾ പോലും മുങ്ങി മരിക്കരുത്. അതാണ് എന്റെ ജീവിത ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ 23 പെൺകുട്ടികളെ കൈ കെട്ടിച്ച് ആലുവ പെരിയാറില് ഇത്ര ഒഴുക്കില് 1 കിലോമീറ്റർ നീന്തി കാണിച്ചത്. ഇതിലൂടെ എല്ലാവർക്കും നീന്തൽ പഠിക്കാനൊരു ആഹ്വാനം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്റെ പേര് സജി വളശ്ശേരിയില് ആലുവ മണപ്പുറം ദേശം കടവില് കഴിഞ്ഞ 16 വർഷമായിട്ട് രാവിലെ 5:30 തുടങ്ങി നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നവംബർ 1 തുടങ്ങി മെയ് 31 വരെയാണ് കാലയളവ്. ഒരു റിസ്കും ഇല്ല. ഈ കുട്ടികളൊക്കെ വളരെ നന്നായിട്ട് നീന്തൽ പഠിച്ചു. പിന്നെ കഴിഞ്ഞ 1 മാസമായിട്ട് ഇവര് കൈ കെട്ടി എന്നും ഇതുപോലെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. കൈയും കാലും കെട്ടി ഇതുപോലെ എന്നും നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരിൽ യാതൊരു റിസ്ക്കും ഉണ്ടായില്ല. ഇന്നലെ രാത്രി മുഴുവൻ മഴയായിരുന്നു. എന്നാലും കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഇവിടെ വന്നപ്പോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലായിരുന്നു. ഇനി ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണിത്. അതെ, നല്ലൊരു ഇതിലാണ് സൽസാർ ചെയ്യണത്. നല്ലൊരു കാര്യമാണ്. അതിൽ ഒരു ആളാവാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. ഇങ്ങനെ നീന്തി കാണിച്ചത് മറ്റുള്ളവർ മുഴുവൻ നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആരും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇനിയും സ്കില്ല് വളർത്താനായിട്ട് കൂടുതൽ ശ്രമിക്കാനാണ് ഇവർക്ക് താല്പര്യം ഈ ഒരു ഫീൽഡില്. അപ്പൊ 1 മാസമായിട്ട് ഈ ഒരു ഒഴുക്കിൽ തന്നെയാണ് ഇവർ പരിശീലിച്ചത്. അതാണ് ഇവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. തോന്നുന്നുണ്ട്. ഒഴുക്കുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമില്ല. നമ്മൾ ഒഴുക്കിലും നീന്തി ശീലിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നല്ലോ. പക്ഷെ അത് കാരണം പെട്ടെന്ന് പേടിയൊന്നും ഉണ്ടായില്ല. കാരണം ഇവിടെ സേഫ്റ്റി അത്രയ്ക്കും ഹൈ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ നീന്തൽ പഠിക്കാൻ വരണം, നീന്തൽ പഠിക്കണം. ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഇതിലൊക്കെ ഇൻവോൾവ് ആവണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പെരിയാറിലാണ് സാഹസിക നീന്തൽ നടന്നത്. 23 പെൺകുട്ടികൾ കൈയും കാലും കെട്ടി നീന്തുകയായിരുന്നു എന്നതാണ്. നീന്തലിനെ കുറിച്ചുള്ള അവബോധമാണ് ലക്ഷ്യം എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നും വലിയ മഴയുണ്ട്. ആ സമയത്തും അവർ ചെയ്യുകയാണ്. സാഹസിക നീന്തൽ പെൺകുട്ടികൾ നടത്തുന്നു. ശ്യാംകുമാർ ഉണ്ട് വിവരങ്ങളുമായി. ശ്യാംകുമാർ, ഇത് കാര്യം നല്ലതാണ്. നീന്തലിനെ കുറിച്ചുള്ള അവബോധം അതൊക്കെ ആവശ്യമാണ്. പക്ഷേ ഒരു സംശയമുള്ളത്, ഇപ്പോൾ പുഴയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാഗ്രതാ നിർദ്ദേശമൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയൊന്ന് വേണമോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. അനുജ, അതിന്റെ ഉത്തരമാണ് അവരുടെ നീന്തൽ പരിശീലനായ സജി പറഞ്ഞത്. കാരണം ഈ കുട്ടികൾക്ക് ഈ പെരിയാർ അവരുടെ മടിത്തട്ട് പോലെയാണ്. കാരണം ഇവിടെ അവർ നീന്തി പരിശീലിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയും അല്ല. അദ്ദേഹം തന്നെ നമ്മുടെ കൂടെയുണ്ട്. ചേട്ടാ, ഈ ലൈവ് പോകുമ്പോൾ ആളുകൾ അതിന്റെ താഴത്ത് വന്ന് ചോദിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ ഈ വെള്ളം ഉയരുന്ന സമയത്ത് ഇങ്ങനെ നീന്തിപ്പിച്ച ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ചേട്ടൻ എന്താണ് അതിൽ പറയാനുള്ളത്? നന്നായിട്ട് നീന്തൽ പഠിച്ചാൽ ഒരു കുഴപ്പമില്ലാന്ന് ഈ കുഞ്ഞുങ്ങളെ തന്നെയല്ലേ ഇപ്പൊ തെളിയിച്ചത്. എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? വെള്ളത്തിലേക്ക് ഇറക്കി വിട്. മാതാപിതാക്കളെ എല്ലാവരും കുട്ടികളെ 1 മാസം 1 മണിക്കൂർ മാറ്റി വെച്ച്
കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾ ഒരിക്കലും വെള്ളത്തിൽ മുങ്ങി മരിക്കില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എത്രയോ പേര് മുങ്ങി മരിച്ചു. പിന്നെ ഇനി അടുത്ത വർഷം 1000 പേരെ ഇതുപോലെ ഒരുമിച്ച് നീന്തിച്ച്, കൈ കെട്ടിയല്ല, കൈയും കാലും കെട്ടാതെ ഒരുമിച്ച് 1 കിലോമീറ്റർ നീന്തിച്ചിട്ട് ഒരു ഗിന്നസ് റെക്കോർഡാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അടുത്ത വർഷത്തേക്ക്. ഈ കൂട്ടത്തിലുള്ള ഒരു കുഞ്ഞാണെന്ന് തോന്നുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. ഇന്ദ്രനീല. അനുജ, അവരുടെ ആ നീന്തിയ കുഞ്ഞുങ്ങളുടെ ഉൾപ്പെടെയുള്ള അഭിപ്രായമാണ് നമ്മൾ കേട്ടത്. ഏതായാലും അവർ ഈ പെരിയാറിൽ നീന്തി പരിശീലിച്ച് തഴക്കം വന്നവരാണ്. ഇപ്പൊ സൈചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇനിയും നന്നായി കൂടുതൽ പേർ നീന്താനായിട്ട് ഇങ്ങോട്ട് എത്തട്ടെ, അപകടങ്ങൾ ഇല്ലാതാകട്ടെ എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കാണ് അവർ ഇന്ന് ഇവിടെ നാട്ടുകാരുടെ പിന്തുണയോടുകൂടി നീന്തി കയറിയിരിക്കുന്നത്. ഇവിടെ ഒരു ദിവസം തന്നെ 1000 പേർക്ക് നീന്തൽ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 2 ബാച്ചായിട്ടാണ് ഇപ്പൊ നടത്തുന്നത്. 4 ബാച്ച് വരെ വേണമെങ്കിൽ ആളുകൾ കൂട്ടി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. നവംബർ 1 തുടങ്ങി. ഞാൻ മാത്രമല്ല, ഒത്തിരി സീനിയേഴ്സ് നമ്മുടെ പുറയിലുണ്ട്. ഇതുണ്ട് ഈ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന സീനിയേഴ്സ് എല്ലാവരും കൂടി സുരക്ഷ ഒരുക്കിയാണ് ഇവിടെ നീന്തൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ നാട്ടുകാരുടെയും സൈജന്റെയും എല്ലാവരുടെയും നേതൃത്വത്തിലാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ പെരിയാറിനെ നീന്തി ഇവിടെ എത്തി വിജയകരമായിട്ടിരിക്കുന്നത്. അവർ ആ കുഞ്ഞുങ്ങൾ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ പേർ നീന്തൽ പഠിക്കട്ടെ, അപകടങ്ങൾ ഇല്ലാതാകട്ടെ, ആ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് അവരുടെ യാത്ര. അതൊരു ലോക റെക്കോർഡിലേക്ക് ഉൾപ്പെടെ പോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഒരു കൂട്ടായ്മ മൊത്തമുള്ളത്. അനുജ, ശരി, നീന്തൽ പഠിച്ചിരിക്കണം, അങ്ങനെയെങ്കിൽ ഏത് അപകടത്തിൽപ്പെട്ടാലും രക്ഷപ്പെടാൻ കഴിയുമെന്നൊക്കെയുള്ള സന്ദേശമാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഈ സമയത്ത് ഇങ്ങനെ കാണുമ്പോൾ അത് ശരിയാണോ എന്നുള്ള സംശയം ഉയരുന്നുണ്ട് എന്നത് മാത്രമാണ്. അവർക്കൊപ്പം പരിശീലകനുണ്ട്, അവർ എല്ലാ സുരക്ഷാ സംവിധാനത്തോടെയും കൂടിയാണ് നീന്തുന്നത്. എന്നാൽ അതില്ലാതെ ഇത് കണ്ടുകൊണ്ട് ആരും പുഴയിലേക്ക് എടുത്ത് ചാടരുത് എന്ന് മാത്രമാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്.